എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 2 വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് എലിമിനേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സിജോ റോക്കി എന്നിവർ തമ്മിലുള്ള കൂട്ടിയിടിയെക്കുറിച്ചും തന്നെയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോകൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് സിജോ എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് സംസാരിക്കണം. സിജോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സംഭവം വെച്ച് നമുക്ക് സംസാരിക്കാം. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജാൻമണി ഗ്യാസിൻ്റെ അടുത്ത് വന്നിട്ട് ലൈറ്റർ ഇല്ലാഞ്ഞിട്ട്, അതായത് സിഗരറ്റ് വലിക്കാൻ ലൈറ്റർ കിട്ടാഞ്ഞിട്ട് ഗ്യാസിൽ വന്ന് സിഗരറ്റ് കത്തിക്കുന്ന ആ ഒരു ഇൻസിഡൻ്റ് ആണ്. ആ സമയത്ത് തന്നെ രതീഷും ജാൻമണിയും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ രതീഷ് ഇത് കണ്ടില്ല, സിഗരറ്റ് വലിക്കുന്നത് കണ്ടില്ല. അത് നമ്മുടെ റോക്കിയാണ് രതീഷിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അതൊരു വലിയ പ്രശ്നമാകുന്നു. ജാൻമണി പോയി സിഗരറ്റ് വലിക്കുന്നതിനിടയ്ക്ക് ഫ എന്ന് പറഞ്ഞ് രതീഷിനെ വിളിക്കുന്നു. രതീഷ് തിരിച്ച് 3 തവണ ഫ ഫ ഫ എന്നും പറയുന്നു. ഈ രതീഷ് വിളിച്ച് പ എന്ന് പറഞ്ഞ പരിപാടി മോശമായി പോയെന്ന് സിജോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിജോ മറ്റേ സിഗരറ്റ് വലി മോശമാണെന്ന് അഭിപ്രായം പറഞ്ഞു, പക്ഷേ ഇതും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യത്തിന് തന്നെ മോശമാകുന്ന സിഗരറ്റ് വലി, അതും ലൈറ്റർ ഇല്ലാഞ്ഞിട്ട് ഗ്യാസിൻ്റെ അടുത്ത് വന്ന് വലിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞ രതീഷിൻ്റെ അടുത്ത് രതീഷ് ഫ വിളിച്ചതാണ് തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോൾ രതീഷിനെ ഏതായാലും കൺട്രോൾ പോകുമല്ലോ. രതീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല, രതീഷിൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞിട്ടുള്ള സംസാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് പുള്ളിയെ ഓട്ടി നടന്ന് ചൂടാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ദേഷ്യമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്, ഒരു മച്ചറായിട്ടുള്ള ഒരാളല്ല. അതുപോലെ തന്നെ വളരെ ഒച്ചയ്ക്കാണ് രതീഷ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ സിജോയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി ഭയങ്കര കാമാണ്. പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒച്ച കേൾക്കുമ്പോഴൊന്നും അധികം അങ്ങ് ഇളകുന്നൊന്നുമില്ല. പുള്ളി വളരെ മച്ചുറായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ രതീഷ് കുറേ അധികം ചൂടാവുമ്പോൾ പുള്ളിയും ട്രിഗർ ആവുന്നുണ്ട്. എന്നാലും പുള്ളി ഒരിടത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഭയങ്കര രീതിയിൽ ഒച്ച വെച്ച ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. എന്നാലും പുള്ളി തർക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സിജോയുടെ ഒരു നെഗറ്റീവാണ്. രതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി അതിൻ്റെ അകത്തൊരു കണ്ടന്റ് ഉണ്ടാക്കി അതിലൊന്ന് ആളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നത് മാത്രമാണ് ലക്ഷ്യം. പക്ഷേ സിജോയെ നോക്കുകയാണെങ്കിൽ പുള്ളി അങ്ങനെ ഒച്ച വെച്ച് ഞാൻ സംഭവമാണെന്നൊന്നും കാണിക്കുന്നില്ല. നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ ഗെയിമുകൾ കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഗെയിമുകൾ കളിക്കുന്ന പുറത്ത് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവം സിജോയ്ക്കുണ്ട്. അതും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ കുറേയൊക്കെ സിജോയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. തുറന്നു പറയാതെ ഒളിച്ചിരുന്ന് ഗെയിം കളിച്ചാൽ സിജോ കുറച്ചും കൂടെ മുന്നോട്ട് വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പലരും സിജോയും റോക്കിയും സീസൺ 5 ജുനൈസും സാഗറുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട്. താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ പോലും സിജോയും റോക്കിയുമാണ് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഗെയിമുകൾ കളിക്കുന്നത്. ആൻഡ് റോക്കിയെക്കുറിച്ച് പറയുവാണെങ്കിൽ റോക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ചൂടാവുന്ന പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ പോലും കുറേ അധികം വെറുപ്പിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. രതീഷിനെ പോലെ അങ്ങനെ കാര്യമായിട്ട് വെറുപ്പിക്കുന്നില്ല. കണ്ടന്റുകൾ ഉണ്ടാവുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചൂടാവാൻ പുള്ളിക്ക് സാധിക്കുവാണെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്ക് കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് വരാൻ പറ്റുന്നുണ്ട്. ചെയ്യുന്ന പണികളൊക്കെ പാളിപ്പോകുന്നു എന്നുള്ളത് മാത്രമാണ് റോക്കിയുടെ പ്രശ്നം. അത്യാവശ്യം നല്ല കുറച്ച് കൂട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. സിജോ ഓക്കെയാണ്. പക്ഷേ സിജോ ആണെങ്കിലും ഈ പ്ലാനുകളൊക്കെ തുറന്നങ്ങോട്ട് പറയും. തുറന്നു പറയുന്ന പ്ലാനുകൾ പരാജയപ്പെടുമ്പോൾ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുവരെ കണ്ടതില്ല സിജോയും റോക്കിയും ഒരു രീതിയിലും അടി ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലാത്തവരാണ്. പക്ഷേ ഇവർ തമ്മിൽ അടി വെച്ച് പിരിഞ്ഞ് നേരത്തെ പോകുന്നതാണ് ഇവർ രണ്ടുപേർക്കും നല്ലത്. സാഗർ ജുനൈസ് എന്ന് പറഞ്ഞ ആ ഒരു താരതമ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ തമ്മിൽ അങ്ങനൊരു ബോണ്ട് ഇല്ലായിരുന്നെങ്കിൽ കളികൾ മൊത്തത്തിൽ വേറെ ആയിരുന്നേനെ. ആൻഡ് അത് അവസാനമാണെങ്കിലും അത്ര രസമായിട്ടുള്ള അത് അവസാനിച്ചതും. അപ്പോൾ ഇതിൻ്റെ അത് വരുവാണെങ്കിലും തുടക്കത്തിലെ ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നേട്ടം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ സിജോ റോക്കിയെ വെച്ച് കളിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. റോക്കി അത് നേരത്തെ തന്നെ മനസ്സിലാക്കി മാറി നിന്ന റോക്കിക്കുള്ള. അതുപോലെ ഗ്യാസിൻ്റെ അടുത്ത് സിഗരറ്റ് കത്തിച്ച സംഭവം ഇത്ര വലുതാക്കി ഊതി പെരുപ്പിച്ചുകൊണ്ട് തന്നെ മോഹൻലാൽ വന്നിട്ട് ജാൻമണി 2 ദിവസം ജയിലിലാക്കി. അതുപോലെ തന്നെ ഒരാഴ്ചത്തേക്ക് സിഗരറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. മോഹൻലാൽ വന്നിട്ട് പറയും, അയ്യോ മോളെ എന്താണ് ഗ്യാസ് കത്തിച്ചെടുത്ത് നിങ്ങൾ പോയി സിഗരറ്റ് കത്തിക്കുന്നത്? ഗ്യാസ് നിങ്ങൾക്ക് കുറച്ചല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ, അതിലേക്ക് നിങ്ങൾ ഈ സിഗരറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് തീർന്നു പോകത്തില്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും. മോഹൻലാലിൻ്റെ അടുത്തൊന്നും വലിയ ചൂടാവലൊന്നും നിങ്ങൾ ഈ പ്രതീക്ഷിക്കേണ്ട. വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പിന്നെയും ചൂടാവും. ഇത് ഒക്കെ വിട്ടുകളെ. ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ശ്രീരേഖയ്ക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്തു. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. ശ്രീരേഖ വന്നപ്പോൾ ആദ്യമായിട്ട് കൺഫെഷൻ റൂമിൽ വരുന്ന ആളെന്ന രീതിയിൽ പുള്ളിക്കാരിക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നു. സ്വീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമുട്ടായാണ്, ഷുഗറാണ്, ഡോപ്പമിനാണ്. അപ്പം ആ ഒരു സ്വീറ്റ് കിട്ടി രസിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സർപ്രൈസും കൂടെ കൊടുക്കുന്നു. ഒരു ബോൾ മറ്റേ വലിച്ചിടാൻ പറയുന്നു, മേളിൽ നിന്ന് കുറേ പൂക്കൾ വീഴുന്നു. അപ്പോൾ അത് വല്ലാത്തൊരു സാധനമാണ് കിട്ടുന്നത്. ഒരു സർപ്രൈസ് പ്ലസ്
പ്ലസ് ഡോപ്പൈൻ ബൂസ്റ്റാണ് അവിടെ കിട്ടുന്നത്. നമ്മളെ ഈ സ്പെഷ്യലായിട്ട് കാണുന്നവരെ നമ്മളും സ്പെഷ്യലായിട്ട് തന്നെ കാണും. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യാനും നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവും. ഇത്തരം ഒരു മോട്ടിവേഷൻ കൊടുത്തതിന് ശേഷമാണ് ശ്രീരേഖയ്ക്ക് ആ ക്യാപ്റ്റൻസി ടാസ്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അതിനുശേഷം ശ്രീരേഖ വന്ന് ക്യാപ്റ്റൻസി ടാസ്ക് വായിക്കുന്നു. പിന്നീട് കണ്ടതൊക്കെ നമുക്ക് സിജോ റോക്കി കൂട്ടുകെട്ടിൽ അവർ ബോളുകൾ എടുക്കുന്നു. അവർ നേരത്തെ ക്യാപ്റ്റൻസി ഉറപ്പാക്കിയ പോലെ രീതിയിലുള്ള കളി കളിക്കുന്നു. അത് പുറത്താവുന്നു. അത് നോറയാണ് ആദ്യം കേട്ടത് അവർ അങ്ങനെ ഒരു കളി കളിക്കുന്നത്. അതിനുശേഷം നോറ അത് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നോറയ്ക്ക് ആ ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ജാസ്മിൻ ഏതായാലും ആ ഗെയിം ഇഷ്ടപ്പെട്ടില്ല. ഒത്തു കളിച്ച ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ജാസ്മിൻ അതൊരു വലിയ ഇഷ്യൂ ആക്കുന്നു. എല്ലാവരും അത് അറിയുന്നു. അങ്ങനെയാണ് ആ ഒരു കളി ഇല്ലാണ്ടാവുന്നത്. അത് എല്ലാവരും അറിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വന്നിട്ടുള്ള ശ്രീരേഖ, അർജുൻ, അതുപോലെ തന്നെ സിജോ, റോക്കി എന്നിവരുടെ ഇടയിൽ ഈ സിജോയും റോക്കിയും ജയിക്കരുതെന്ന് ശ്രീരേഖയ്ക്കുള്ളിൻ്റെ ഉള്ളിൽ വന്നുപോയി. അത് ജാസ്മിൻ അങ്ങനെ ആ എടുത്ത് ഒത്തുകളി മോശമാണെന്ന് പറഞ്ഞത് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീരേഖ അവിടെ ആ ബോളുകൾ എടുത്ത് നമ്മുടെ അർജുന് കൊടുക്കുന്നത്. അതൊരു നൈസ് സംഭവമായിരുന്നു. അങ്ങനെ അർജുൻ ക്യാപ്റ്റൻ ആവുന്നു. അർജുൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം പവർ ടീമിൽ ശ്രീരേഖ ഉൾപ്പെടുത്തുന്നതൊന്നും ശ്രീരേഖയ്ക്ക് അറിയത്തില്ല. പക്ഷേ സബ് കോൺഷ്യസ്ലി ബിഗ് ബോസിൻ്റെ ആ ഒരു ഗെയിമിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത് അത് നേരത്തെ ബിഗ് ബോസ് കൊടുത്തൊരു മോട്ടിവേഷൻ്റെ ബാക്കി പത്രമായിട്ട് വന്നുള്ളതാണ്. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ് അർജുനോട് ബിഗ് ബോസ് വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു പവർ ടീമിനെ സൂക്ഷിച്ച് തന്നെ സെലക്ട് ചെയ്യണമെന്ന്. പക്ഷേ അർജുൻ അത് കേട്ടില്ല. അർജുൻ സിമ്പിളായിട്ട് യമുന റാണിയെ വിളിക്കുന്നു. അവർ കിച്ചൺ ടീമിലേക്ക് വേണ്ടി ശ്രീരേഖയെ കയറ്റിവിടുന്നു. അങ്ങനെ ആ ടീം പവർ ടീമായിട്ട് മാറുന്നു. അർജുന് വേണമെങ്കിൽ ശ്രീരേഖയുടെ കൂടെ വരുന്ന ടീമിനെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരു ടീമിനെ പവർ ടീമാക്കി മാറ്റാമായിരുന്നു. പക്ഷേ അർജുൻ അത് ചെയ്തില്ല. അർജുൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അതേതായാലും ആ കിച്ചൺ ടീമിന് ഒരു ബമ്പർ അടിച്ച പോലെ ആയിപ്പോയി. പിന്നീട് വന്ന നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് രതീഷ്, സുരേഷ്, ജിൻഡു എന്നിവർക്കാണ്. രതീഷ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ടാണ് രതീഷിന് അത്രയും വോട്ട് കിട്ടിയത്. എന്നാൽ സുരേഷും ജിൻഡയും ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും വോട്ട് കിട്ടിയത്. റോക്കിയെ പവർ ടീം ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് സിജോ, ശരണ്യ, അൻസിബ, നോറ എന്നിവരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ വേറെ ആർക്കെങ്കിലും ഒരു അവസരം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ജിൻഡോ തന്നെയായിരിക്കും ഈ ആഴ്ച പുറത്താവുന്നത്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. പുള്ളിയുടെ കണ്ടന്റുകൾ നമ്മൾ കണ്ടതാണ്. നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ജിൻഡോയോടെ ഒറ്റപ്പെടുന്ന പോലെ ജിൻഡോയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു ട്രിഗറിൽ പുള്ളിയോടെ വന്നിട്ട് ചായ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് ഇന്ന് തൊട്ട് നല്ല ചായ കിട്ടണം, കിച്ചൺ ടീം ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എനിക്ക് നല്ല ചായ നിങ്ങൾ ഉണ്ടാക്കി തരണം, ആദ്യം ഉണ്ടാക്കി തന്ന നല്ല ഊത്ത ചായ ആയിരുന്നു എന്നൊക്കെ പറയാനുള്ളൊരു പ്രേരണ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ്. ഈ ചായ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നോറ വന്നിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത്, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ്റെ എൻ്റെയും പേര് ഒരുമിച്ച് പറയേണ്ട, അല്ലെങ്കിൽ ഞാൻ ജാസ്മിൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ജാസ്മിൻ്റെ കൂടെയാണ് കളിക്കുന്നത്, ഇതൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കണ്ടിട്ട് നോറയും ജാസ്മിനും ഈ സീസണിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അതിനി എത്ര പറഞ്ഞാലും മാറാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. തുടക്കത്തിലെ അടി ഉണ്ടാക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്യൂവലൊക്കെ ഇല്ലാണ്ടായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ജാൻവേൻ്റെ കേസിൽ നമ്മുടെ രതീഷ് കിടന്ന് ചൂടാകുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ആദ്യത്തെ ഉള്ളൊരു തിളപ്പ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ജാൻമണി പോയിട്ട് അവിടെ കത്തിക്കുവാണെങ്കിൽ കത്തിച്ചോ കുഴപ്പമൊന്നുമില്ല, ജാൻമണി ഇനി റൂമിൽ ഇരുന്ന് കത്തിക്കുകയാണ്, കത്തിച്ചോ കുഴപ്പമൊന്നുമില്ല, ജാൻമണിയല്ലേ അവൾ കത്തിച്ചോട്ടെ, അവളെൻ്റെ സുഹൃത്താണ് എന്നൊക്കെ രതീഷ് പറയത്തുള്ളൂ. ഈ കാണുന്ന ചൂടൊന്നും അപ്പം കാണത്തില്ല. ലോങ് റണ്ണിൽ കളിക്കണമെങ്കിൽ പയ്യെ 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 ഈ ചൂടിലോട്ടൊക്കെ കയറണം. 2 ദിവസമല്ലേ ആയുള്ളൂ, ഇനി എന്തോരം ടാസ്കുകൾ വരാനുണ്ട്. ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ വളരെയധികം പീഡനം അനുഭവിക്കേണ്ട ടാസ്കുകൾ വരാനിരിക്കുകയാണ്. അപ്പം ആ ടാസ്കിലൊക്കെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും, ഇങ്ങനെ നേരത്തെ റിയാക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഡെഡ് ബോഡി ആയിട്ട് കിടന്നിട്ട് ഈ സമയത്ത് കിടന്ന് വെച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ സമയമാണ് ക്രൂഷ്യൽ. കാരണം അത്യാവശ്യം ഒരു കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. പക്ഷേ ആ ടൈമിലൊക്കെ നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആയിരിക്കും. അവരുടെ ഇടയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ പുറത്താവും.